അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ എല്ലാം ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ രാവിലെ എണീറ്റു, പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് ഒരു ഡാർക്ക് കളറാണ് ഞാൻ കർട്ടൻ ഇട്ടേക്കുന്നത്. അതുമല്ല, ഞാൻ ഇട്ടിരിക്കുന്ന കർട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഐലറ്റ് ടേപ്പ് എങ്ങനെയാണ്, കർട്ടനിൽ എങ്ങനെയാണ് ഐലറ്റ് ടേപ്പ് വെക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാണിക്കുന്ന സെയിം കർട്ടനാണ് എൻ്റെ റൂമിൽ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആർക്കെങ്കിലും എങ്ങനെയാണ് ഐലറ്റ് ടേപ്പ് വെക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. പിന്നെ ബെഡൊക്കെ നമ്മൾ വിരിച്ചിടും. ബെഡ് വിരിച്ചിടുമ്പോൾ തന്നെ നമുക്ക് പിന്നീടൊന്ന് കിടക്കാനോ, ആകെ ബെഡ് നമ്മൾ മെസ്സപ്പാക്കി ഇടുമ്പോഴത്തേക്കും പിന്നെയും നമുക്ക് കിടക്കാനും ഒക്കെ ഒരു ക്ഷീണം വരും. നമ്മളിതുപോലെ ബെഡ് വിരിച്ച് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് തിരിഞ്ഞ് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊന്നും വരത്തില്ല. ഇനി ഞാനിപ്പം എൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് ചീകി കെട്ടി വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യും. എനിക്ക് അങ്ങനെ അധികം ഒന്നും നമ്മൾ സ്കിൻ കെയർ ചെയ്യാനില്ല. ഒരു മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഒരു ലിപ് ബാം ഇടും. അത്രയും തന്നെ എനിക്ക് കാണത്തുള്ളൂ സ്കിൻ കെയർ ആയിട്ട് രാവിലെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും രാവിലെ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുന്നില്ല, പക്ഷേ എനിക്ക് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു സ്പെഷ്യൽ ഡേയുടെ വ്ളോഗാണ്. അപ്പം എല്ലാ യൂഷ്വലി ഡേയ്സും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആകും, അത് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം എൻ്റെ സ്കിൻ കെയറും എല്ലാം കഴിഞ്ഞു. ഞാനിനി കിച്ചണിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എന്നും ഞാനൊന്നും അല്ല ചെയ്യുന്നത്. ഇന്നിപ്പോൾ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, തിങ്കളാഴ്ച ഞാനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം സൺഡേ ഞങ്ങൾക്ക് ഉച്ചവരെ ഫുഡ് കാണത്തില്ല. ഞങ്ങൾ സൺഡേ ഉച്ചവരെ ഫാസ്റ്റിംഗ് ആയിരിക്കും. അപ്പം സാറ്റർഡേ ഓൾറെഡി മമ്മി ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ ഏകദേശം ആയി വന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എന്നാ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റവ ഇഡലി ഇല്ലേ, അപ്പം ഞാനിത് നമ്മുടെ ലക്ഷ്മി മാമിൻ്റെ ഒരു വ്ളോഗിൽ കണ്ടതാണ്. എനിക്കത് കണ്ടപ്പം നമ്മുടെ വീട്ടിൽ കുറേ റവ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എങ്ങനെയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ റവയിഡലി നല്ലതാണെന്ന് മമ്മി പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത് നോക്കണം. കുറച്ചൊക്കെ വ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ട്. അതിനകത്ത് മാം പാലൊക്കെ ഒഴിച്ചാണ് ആ റവ ഇഡലി ഉണ്ടാക്കുന്നത്. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ പാലൊന്നും ഒഴിക്കുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് തൈര്, 1 കപ്പ് തൈരോളം ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മോരുണ്ടാക്കി എൻ്റെ ബാക്കി. ഇത് 1 കപ്പ് തൈര് ഞാൻ അളന്ന് വെച്ചേക്കുവാണേ. ഇത് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ്, സാധാരണ വെള്ളമാണ് ചേർത്തേക്കുന്നത്. 2 കപ്പ് വെള്ളം ചേർത്ത് 20 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. ഇത് സത്യം പറഞ്ഞാൽ താളിച്ചേക്കുവാണ്. ഞാൻ താളിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ അത് ഡിലീറ്റ് ആയിപ്പോയി. നെയ്യിലാണ് താളിക്കുന്നത്. അപ്പോൾ നെയ്യിൽ കുറച്ച് കടുകും വറ്റൽമുളകും ഇഞ്ചിയും ഇത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് അല്ലെങ്കിൽ പച്ചമുളക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ഇതൊക്കെ ചേർത്ത് ഉപ്പുമിട്ട് നമ്മൾ ഇഡലി പ്രിപ്പയർ ചെയ്യും. ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് ഒരു കാര ചട്നി എന്ന് പറയും. കുറച്ച് എരിവുള്ളൊരു ചട്നിയാണ്.
അതിനകത്ത് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ സവോള, കുഞ്ഞുള്ളിയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എൻ്റെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. സവോള, വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടെ വഴറ്റി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിക്കും. മിക്സിയിൽ നല്ല പ്യൂരി ആയിട്ട് അടിച്ചെടുത്തിട്ട് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് താളിച്ചെടുക്കും. അപ്പോൾ ഈ 2 വീഡിയോയും എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എന്താണ് എൻ്റെ സ്പെഷ്യൽ ഡേ എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ കേക്ക് പ്രിപ്പയർ ചെയ്തതൊക്കെ എൻ്റെ മമ്മിയാണ്. ഒരു ബ്ലൂവും റെഡും വൈറ്റും കൂടെ ചേരുന്നൊരു കോമ്പിനേഷനിലാണ് മമ്മി കേക്ക് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഞാൻ കേക്കിൻ്റെ ഫോട്ടോ ഇടാം കേട്ടോ. ഇതെൻ്റെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ ഹോസ്റ്റലുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു വീഡിയോ എനിക്ക് വേണ്ടി അയച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ മാത്രമല്ല, അല്ലാതെ എനിക്ക് ഒരുപാട് വിഷസും എല്ലാം എനിക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ തന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എനിക്കിപ്പം ഒരു വലിയ താങ്ക് യു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞൊരു സമയമാണ്. ഈ സമയത്തിരുന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടതും എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അല്ലാതെയായിട്ട് എനിക്ക് കോളും ഒക്കെ ആയിട്ട് ഒത്തിരി വിഷസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഈ സമയത്ത് എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു. ഇതാണ് എൻ്റെ മമ്മി ഉണ്ടാക്കി തന്ന കേക്ക്. അപ്പോൾ ഫുൾ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്ത് തന്ന ബർത്ത്ഡേ സ്പെഷ്യൽ. ഇത് ബീഫ് കറിയും സാമ്പാറും കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട്. ഇതാണ് ഇന്ന് എൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ. ഞങ്ങൾ 3 പേരും അപ്പോൾ കഴിക്കാൻ പോവാ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോവാ. ഞാൻ ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ചല്ലോ. നമുക്ക് ഉണ്ടാക്കി തന്ന എൻ്റെ അമ്മയാണ്. അമ്മ ഹായ് പറ. എൻ്റെ അയ്യ അവൻ കഴിക്കുന്ന സമയത്ത് അവൻ വീഡിയോയിലേക്ക് നോക്കാറില്ല. അവന് ഭയങ്കര ഡിസ്റ്റർബാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാവേ. ഹലോ. അപ്പോൾ ഫുഡൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ പ്രൊഡക്ട്സ് കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസത്തെ ഒരു ഏതോ റൂം ഡെക്കോറിൻ്റെ ആണെന്ന് തോന്നുന്നു. റൂം ഡെക്കോറിൻ്റെ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു സെയിലിനെ പറ്റി പറഞ്ഞായിരുന്നു. ദീപാവലി സെയിൽ നമ്മുടെ പേർപ്പിളിൽ നടക്കുന്നുണ്ടെന്ന്. സൂപ്പർ എഫക്റ്റീവ് പ്രൊഡക്റ്റ്സ് അതെല്ലാം. ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച പ്രൊഡക്ട്സ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സീറമാണ്. ഞാൻ ഇതിൻ്റെ 10 ml ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വലുത് വാങ്ങിച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ഞാൻ റിവ്യൂ പോലെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇത് ഫോമിങ് ഫേസ് വാഷാണ്. ഇതെൻ്റെ ബ്രദറിന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ തന്നെ ആപ്പിൾ സൈഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് വന്നിട്ടില്ല, അതും കൂടെ വരാനുണ്ട്. പിന്നെ ഈ 2 എണ്ണം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. നമ്മൾ ഒരു ഇത്ര എമൗണ്ടിൽ ഞാൻ ഒരു 500 എമൗണ്ടിന് ആകുമ്പോഴത്തേക്ക് ഒരു 500 എമൗണ്ടിന് മേലെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് 2 ബോക്സ് ഞാൻ ഓർഡർ ചെയ്തല്ലോ. അപ്പോൾ അതിൽ ഒരു ബോക്സ് കിട്ടിയതാണ് ഈ ഇത് കോക്കനട്ട് കാരിയർ ഓയിൽ കോൾഡ് പ്രസ്ഡ് ഗുഡ് വൈബ്സിൻ്റെ ഇത് ഒലിവ് ഓയിലാണ്. അപ്പോൾ 2 എനിക്ക് ഫ്രീ കിട്ടിയതാണ്. എഗെയിൻ
ഞാൻ കുറേ ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഷീറ്റ് മാസ്ക് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലത് എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ആൻഡ് 1-2 മാത്രമേ ഞാൻ പൈസ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് ഫ്രീ കിട്ടിയതാണ് കുറേയൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഷീറ്റ് മാസ്ക് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മമ്മിക്ക് ഷീറ്റ് മാസ്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ വേരിയൻറ്റിൽ വരുന്ന ഷീറ്റ് മാസ്ക് ആൾക്ക് ഇട്ട് കൊടുത്തു. ആൾക്ക് ആദ്യം ചിരി വന്നു. അതിൻ്റെ ആ കണ്ണിൻ്റെ ആ സ്പേസും ആ ഒരു ഫേസ് പോലെയല്ല ഇരിക്കുന്നത് കണ്ടിട്ട് മമ്മിക്ക് ഭയങ്കര ചിരിയായിരുന്നു, കോമഡി ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ 15 മിനിറ്റത്തേക്കാണ് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റാണ് നമ്മൾ ഷീറ്റ് മാസ്ക് ഇടേണ്ടത്, അല്ലെങ്കിൽ ഇത് റിട്ടേൺ കയറും ഇതിൻ്റെ ആ സീറമെല്ലാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മമ്മിക്ക്. ഷീറ്റ് മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയൂ. നല്ല സ്മൂത്താണ്. എങ്ങനെ പിടിച്ചാൽ നല്ല സ്മൂത്ത്, ഇവിടെയൊക്കെ നല്ല സ്മൂത്താണ്, കഴുത്തിൻ്റെ ഇവിടെയൊക്കെ നല്ല നന്നായിട്ടുണ്ട് സത്യം. ഗുഡ് വൈബ്സിൻ്റെ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, സൂപ്പറാണ്. ഗ്രീൻ ടീ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ ലൈറ്റ്, ഇവിടെ മേളിലൊരു ലൈറ്റ് ഉണ്ട് കണ്ടോ, ഇങ്ങനെ ലൈറ്റ് കാണാം ഇവിടെ. അതെ, ഇങ്ങനെ ഒരു ലൈറ്റ് വെച്ചേക്കുന്നത് കൊണ്ടാണ് ശരിക്കും മുഖം കാണാത്ത. എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ കാണാൻ മനസ്സിലാവും, നല്ലതായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ റിവ്യൂ അടുത്ത വീഡിയോയിൽ വരാം. ഫുള്ളായിട്ട് എല്ലാ ഷീറ്റ് മാസ്കിൻ്റെ ഞാൻ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം എങ്ങനെയാണ് പോകുന്നത്, യൂഷ്വലി മിക്ക ദിവസങ്ങളും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും പോകുന്നത്. ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ, ഞാനും അമ്മയും അനിയനും കേക്ക് കട്ട് ചെയ്യുക, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അത് എൻ്റെ ആണെങ്കിലും അവൻ്റെ ആണെങ്കിലും മമ്മിയുടെ ആണെങ്കിലും ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്